പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഇപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുന്നത് സിനിമാ നടൻ മമ്മൂട്ടിയെക്കുറിച്ചാണ്. മമ്മൂട്ടിക്ക് ക്യാൻസർ ആണത്രേ. അതാണ് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. മറുനാടൻ മലയാളിയാണ് ആദ്യം ഇത് പുറത്തു കൊണ്ടുവന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ചെറിയ തോതിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. അതിന് ചികിത്സ ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്ത മറുനാടനാണ് ഇന്നലെ പുറത്തുവിട്ടത്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ അത് വലിയ കൊടുങ്കാറ്റായി മാറി. മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ പലയിടങ്ങളിലും വന്നെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ചയാക്കിയിരുന്നില്ല. പതിവ് പോലെ ഇക്കുറിയും ഏറ്റവും സുപ്രധാനമായ വാർത്ത ജനങ്ങളുമായി ആദ്യം പങ്കുവച്ചത് മറുനാടനാണ്. മറുനാടൻ മലയാളി ഇത് പുറത്തു കൊണ്ടുവന്നതോടെ വലിയ വിവാദവും വിഷയവുമായിരിക്കുന്നത് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്കാണ്. എന്നുവെച്ചാൽ അവരൊക്കെ ചിന്തിക്കുന്നത് ആരോഗ്യം ഇത്രയധികം സൂക്ഷിക്കുന്ന മമ്മൂട്ടിക്കൊക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഇവരൊക്കെ ചിന്തിക്കുന്നത്. അതാണ് ഇപ്പോൾ വലിയ വിഷയമായിരിക്കുന്നത്. ഒരു ദുശീലവുമില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് ക്യാൻസർ വന്നത് എന്നാണ് ഇവർ നിരീക്ഷിക്കുന്നത്. മമ്മൂട്ടിക്ക് ക്യാൻസർ വരാനുള്ള കാരണം ഇതൊക്കെ ആയിരിക്കാമെന്ന് ഡോക്ടർമാർ പറയുന്നു. നമ്മളിപ്പോൾ കുടൽ ക്യാൻസറിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പാരമ്പര്യം, നമുക്ക് അമിതമായിട്ടുള്ള പുകവലി ശീലം, മദ്യപാന ശീലം, പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാതിരിക്കുക, റെഡ് മീറ്റ് കൂടുതലായിട്ട് കഴിക്കുക. നമ്മൾ കുടൽ ക്യാൻസറിന്റെ കാരണങ്ങളായിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്കെല്ലാം അറിയാവുന്ന മമ്മൂട്ടി ഈ ഒരു ശീലങ്ങളൊന്നും ഉള്ള ആളായിട്ട് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ രോഗം വന്നപ്പോൾ നമ്മുടെ എല്ലാ ജീവിതം ഇനി എന്തായി തീരുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ കുടൽ ക്യാൻസറിന്റെ കൃത്യമായിട്ടുള്ള കുറച്ച് ഡാറ്റകൾ, കാര്യങ്ങൾ. ഞാനൊരു കാര്യം പറയട്ടെ, ചെറിയ മക്കൾക്ക് പോലും ഇന്ന് ക്യാൻസർ വരുന്നു. നമ്മുടെ ശരീരത്തിൽ പോലും ഇന്ന് ക്യാൻസർ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മുടെയൊക്കെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ചെറുതായി ക്യാൻസർ ഉണ്ടാകാം. അതുപോലെ ചെറിയൊരു തോതിൽ മമ്മൂട്ടിക്കും കുടലിൽ ക്യാൻസർ ഉണ്ടായിനത്രേ. അതൊരു വിവാദമാക്കി കൊട്ടിഘോഷിച്ച് മറുനാടൻ മലയാളിയിലെ സാജൻ സക്രിയാണ് ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നത്. ലോകത്തിന്റെ മുന്നിൽ എന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ മമ്മൂട്ടി ലോകം മൊത്തം അറിയുന്ന ആളാണല്ലോ. എന്തെന്നാലും അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. നല്ലൊരു മനുഷ്യനാണ്. ഒരുപാട് പണമുണ്ടായിട്ടും പണമുള്ളവനെ പോലെ ജീവിച്ചിട്ടില്ല അദ്ദേഹം. ചിലരൊക്കെ പറയും പട്ടിണി കിടക്കുന്ന പണക്കാരനെന്ന്. ശരിയാണ്, അദ്ദേഹത്തിന് ഇത്രയേറെ പണവും സൗകര്യങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം സുഖിച്ച് ജീവിച്ചിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഈ തൊപ്പി ധരിച്ചുകൊണ്ട് പറയുന്നത് കൊണ്ട് തന്നെ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചേക്കാം, ഇയാൾ എന്താ ഈ പറയുന്നതെന്ന്. അദ്ദേഹം ഒരു നടനായത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി അങ്ങ് മാറ്റിവെച്ചാൽ അദ്ദേഹത്തെ പോലുള്ള ഒരു നല്ല മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റില്ല. ആ മനുഷ്യൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാം പരസ്യമാണ്. അദ്ദേഹം ചെയ്യുന്ന ജോലി മാറ്റിവെച്ചാൽ ഒരു സത്യവിശ്വാസിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളുമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. നല്ലൊരു ദൈവിക വിശ്വാസിയാണ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ ജോലി ഹറാമായിരിക്കാം. സിനിമയല്ലാതെ ഹറാമായ എത്ര ബിസിനസ്സുകൾ ആളുകൾ ചെയ്യുന്നു. ഒരാൾക്ക് സ്വർഗം കൊടുക്കണോ നരകം കൊടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടവൻ പടച്ചറപ്പാകുന്നു. ഒരുപാട് പണവും സൗകര്യങ്ങളും ഉണ്ടായിട്ടും പണക്കാരൻ എന്ന നിലയിൽ സുഖിച്ച് ജീവിക്കാത്തൊരു മനുഷ്യൻ, വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ കൊടുക്കുന്ന ഒരു മനുഷ്യൻ. ഇസ്ലാമിൻ്റെ നോട്ടത്തിൽ നോക്കിയാൽ അദ്ദേഹം ചെയ്യുന്ന ഒരേ ഒരു തെറ്റ് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. ആ ജോലി മാറ്റിവെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സത്യവിശ്വാസി. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഈ ഒരു ഉസ്താദ് പറയുന്നത് നിങ്ങൾ കേട്ടോക്ക്. അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം ഉസ്താദുമാർ, അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടി എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മദ്യപിക്കാറില്ല, അദ്ദേഹം മോശമായി പെൺകുട്ടികളോട് പെരുമാറാറില്ല, അദ്ദേഹം ഒന്നും ചെയ്യാറില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് ഓൺലി ബിക്കോസ് ഓഫ് ദീൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള മതം ഉണ്ടായതുകൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. ഞങ്ങളോട് പറയാണ് ഓൺലി ബിക്കോസ് ഓഫ് ദീൻ. അദ്ദേഹം സിനിമ നടനല്ലേ മറ്റേതല്ലേ മറിച്ചതൊക്കെ വേറെ ചർച്ച. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൽ നമ്മൾ മനുഷ്യരുടെ നെഗറ്റീവിനെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക. എപ്പോഴും പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുക. പോസിറ്റീവ് പറഞ്ഞാൽ അതിൽ നിന്ന് പലത് നമുക്ക് പഠിക്കാണ്ടാവും. ബാക്കി അവരുടെ കാര്യം അവരും കൂടി അത് പഠിച്ചോൻ തീരുമാനിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ കണ്ടിട്ടാണ് പല അമുസ്ലിമീങ്ങളും എന്താക്കുന്ന സിനിമാ ഫീൽഡിലുള്ളവർ മതം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ വേദം അറിഞ്ഞു കൊടുത്തിട്ടല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ? എനിക്ക് എന്നോട് വിരോധം തോന്നരുത്. അദ്ദേഹത്തെ കണ്ടതുകൊണ്ടാണ് കുറച്ചെങ്കിലും എന്താണ് ദീൻ എന്നുള്ളത് ആ ഫീൽഡുകൾ അവർക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരുടെ പോസിറ്റീവ് നമുക്ക് പറയാം, അതിനൊക്കെ ഞാൻ ന്യായീകരിക്കുകയല്ല, ആ ഫീൽഡിനെ ന്യായീകരിക്കുകയല്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു നല്ലൊരു മനുഷ്യന് വേണ്ടി, ആ മനുഷ്യന്റെ രോഗം എത്രയും പെട്ടെന്ന് സുഖപ്പെടാൻ എല്ലാവരും ദുആ ചെയ്യണം.
ഇനിയും ഒരുപാട് ആളുകളെ സഹായിക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിന് കൊടുക്കട്ടെ. നമ്മളിവിടെയൊക്കെ സക്കാത്ത് വാങ്ങിക്കാൻ അങ്ങോട്ട് പോകണം. ഈ ഒരു നടൻ എന്താണ് ചെയ്യുക എന്നറിയോ? സക്കാത്ത് കൊടുക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറ്റി ഓരോ വീടുകളിലായി അദ്ദേഹം തന്നെ കൊണ്ടുകൊടുക്കും. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്? രാവിലെ തന്നെ ഫർദയും ഇട്ട് പാവപ്പെട്ട പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണാം. ഓരോ വീടുകളിലും ചെന്ന് വാങ്ങിക്കുമ്പോൾ അവർക്ക് പൈസ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? ഈ കൊടുക്കുന്ന നിങ്ങൾക്ക് എന്താണ് കിട്ടുക? കുറ്റം മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പ്രതിഫലമായി കിട്ടുക വെറും കുറ്റങ്ങൾ മാത്രം. പാവപ്പെട്ടവനെ അങ്ങോട്ട് പോയി കണ്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഗതികേട് കൊണ്ടായിരിക്കില്ലേ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നത്? അപ്പോൾ നമ്മൾ ആരെയും ഒന്നും അറിയാതെ കുറ്റം പറയാതിരിക്കുക. ആരാണ് നല്ലത് ആരാണ് മോശമെന്ന് തീരുമാനിക്കുന്നവൻ പടച്ച റബ്ബാണ്. ഒരു മനുഷ്യൻ്റെ ജോലി നോക്കിയാണ് അവൻ്റെ നരകവും സ്വർഗവും ഇവിടെയുള്ള ആളുകൾ തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ന് നിരവധി ആളുകൾ ചെയ്യുന്ന എത്ര ബിസിനസ്സുകളിൽ ഹറാമുണ്ട്. സിനിമ എന്ന ഫീൽഡ് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഹറാമായ ജോലിയാണ്. അപ്പോൾ ഈ ഒരു കാരണത്തിൽ അദ്ദേഹത്തെ പറഞ്ഞു നടക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയിൽ മാത്രമേ നമുക്ക് തെറ്റുകൾ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നമ്മളെയൊക്കെ എടുത്തു നോക്കിയാൽ എത്രയെത്ര തെറ്റുകൾ ഉണ്ടാകും. അപ്പോൾ സിനിമാ നടൻ മമ്മൂട്ടിക്ക് ക്യാൻസർ വന്നതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഉണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് പടച്ച റബ്ബ് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് പേടിയാണ്. ഇത്രയധികം ശരീരം നോക്കുന്ന ഒരു മനുഷ്യന് ഈ ഒരു ക്യാൻസർ വരിക എന്ന് പറയുമ്പോൾ ആളുകൾ പേടിച്ചു അങ്ങ്. മമ്മൂട്ടിക്ക് ക്യാൻസർ വരികയാണെങ്കിൽ ഇനി നമ്മുടെ കാര്യമൊന്നും നോക്കണ്ട എന്നുള്ള ഭാവത്തിലാണ് ആളുകൾ സംസാരിക്കുന്നത്. പടച്ച റബ്ബ് എന്തെന്നാലും കൈവിടില്ല. എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.